Hello, good morning. Welcome to the Sija's Economic Classes. കഴിഞ്ഞ ക്ലാസ്സിലെ ഇക്കണോമിക്സിന്റെ ഡെഫിനിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഏതൊരു സമ്പദ്വ്യവസ്ഥയിലും ബേസിക് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇക്കണോമിക് പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതൊരു ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിലും അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിലും. എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ പ്രോബ്ലംസ് അറേസ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വൺസ് ആർ അൺലിമിറ്റഡ്. രണ്ടാമതായിട്ട് പറയുന്നത് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അപരിമിതമാണ്, വിഭവങ്ങൾ എന്താണ് പരിമിതമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് നിവർത്തിക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു സെലക്ഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പൊ 4 കാരണത്താലാണ് സെൻട്രൽ പ്രോബ്ലംസ് അറേസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം വൺസ് ആർ അൺലിമിറ്റഡ്. രണ്ടാമത്തെ കാരണം റിസോഴ്സസ് ആർ ലിമിറ്റഡ്. മൂന്നാമതായിട്ട് പറയുന്നത് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. റിസോഴ്സസിന് എന്തുണ്ട്? ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്, ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. നാലാമതായിട്ട് പറയുന്നത് റിസോഴ്സസ് ഹാവ് ഡിഫറെന്റ് പ്രയോറിറ്റീസ്. വിഭവങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മുൻഗണനകളുണ്ട്. ഈ 4 കാരണത്താലാണ് ഏതൊരു സമ്പദ്വ്യവസ്ഥയിലും അടിസ്ഥാനപരമായി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അത് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ വാട്ട്, ഹൗ ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് നമുക്ക് പറയാം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അപ്പോൾ സമ്പദ്വ്യവസ്ഥയുടെ സെൻട്രൽ പ്രോബ്ലംസ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫ്ലോ ചാർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ അതിനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ. രണ്ടാമതായിട്ട് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, അതായത് ഏത് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. മൂന്നാമതായിട്ട് പറയുന്നത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ടു പ്രൊഡ്യൂസ് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു രാജ്യത്തും ധാരാളം സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. പക്ഷെ എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഒരു രാജ്യത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പൊ ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും റിസോഴ്സിന്റെ ആനുപാതികമായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം, അതുപോലെ നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷ, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷറി ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ, ഈ 3 കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും അത്യാവശ്യം ഫുഡ് പ്രൊഡക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് കൂടുതൽ റിസോഴ്സസ് നീക്കി വെക്കണം എന്നാണ് അർത്ഥം. പിന്നെ എത്ര അളവിൽ, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എത്രമാത്രം ജനങ്ങളുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പല വിധത്തിലുള്ള ടെക്നോളജികളുണ്ട്. പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ടെക്നോളജിയാണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി, രണ്ടാമത്തെ എന്താണ്, ലേബർ ഇന്റൻസീവ് ടെക്നോളജി. ഒരു രാജ്യത്ത് തൊഴിലാളികൾ കൂടുതലാണ്, അതായത് പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ അവിടെ അനുയോജ്യം എന്താണ്, ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് ക്യാപിറ്റൽ കുറവായതുകൊണ്ടും നമുക്ക് ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ് അഭികാമ്യം. എന്നാൽ വികസിത രാജ്യങ്ങളിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്, അവിടെ ഏതായിരിക്കും അഭികാമ്യം, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയാണ്. നെക്സ്റ്റ് നമ്മൾ ഒരു പോയിന്റ് കൂടിയുള്ളൂ, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പണം കൊടുത്ത് വാങ്ങാൻ കഴിവുള്ളവർക്ക് വേണ്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇക്കണോമിക്സിൽ പറയുകയാണെങ്കിൽ അത് ഒരു ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, പ്രവർത്തനപരമായിട്ടുള്ള വിതരണവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്കറിയാം ഉൽപ്പാദനത്തിന് 4 ഘടകങ്ങളുണ്ട്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അതിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് അറിയാം: റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഉൽപ്പാദന ഘടകങ്ങൾ കൈവശമുള്ളവർക്ക് അവരുടെ കൈവശമുള്ള അവർക്ക് ലഭിച്ചിരിക്കുന്ന കോൺട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഈ സാധനങ്ങൾ അവർ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. അപ്പൊ നമ്മള് വളരെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. അപ്പൊ നിങ്ങൾക്കത് എന്താണ് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്തത് വരുന്നതാണ്. ഓക്കെ.